ഒരു ഉപദേശക സമിതിയിലുണ്ട്. പിന്നെ കോളേജ് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ നമ്മുടെ ശാസ്ത്രവേദിയുടെ പരിപാടികൾ ഇപ്പോഴാണ് കണ്ണൂർ ജില്ലയിലൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ വ്യാപകമായിട്ട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ ആയി. ഇപ്പോൾ നമ്മൾ ഒരു ലാസ്റ്റ് പയ്യമ്പലം ബീച്ചിൽ ഒരു മൂൺ വാക്ക് പരിപാടി നടത്തിയിരുന്നു. ബീച്ച് വാക്ക് പരിപാടി നടത്തിയിരുന്നു. അത് അച്യുത ശങ്കർ സാറായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതായത് നമ്മൾ കണ്ണൂർ ജില്ലയിൽ അവസാനം നടത്തിയ പരിപാടി. അതിനുശേഷം ഇപ്പോഴാണ് പങ്കെടുക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾക്ക് പുതിയ അനുഭവമാണ്. നമ്മൾ എഴുത്തുകാരുടെ ഒരു ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയ അനുഭവങ്ങളാണ് നമുക്ക് പുതിയ എഴുത്തുകളിലേക്കുള്ള ചുവടുവെപ്പ്. അപ്പോൾ നമുക്കിതൊരു പുതിയ അനുഭവമായിരിക്കും. എന്തായാലും ആടുന്നത് കടലിനെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്. കടൽ ശരിക്കും മനുഷ്യ മനസ്സ് പോലെയാണ്, പ്രക്ഷുബ്ധമാണ് എപ്പോഴും. നമ്മുടെ മനസ്സും അതുപോലെ തന്നെയല്ലേ അല്ലേ? അപ്പോൾ കടലും നമ്മളും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു എഴുത്തുകാർ എന്ന രീതിയിൽ. അപ്പോൾ അതാണ് പറയാനുള്ളത്. നമ്മുടെ സന്തോഷം പങ്കുവെക്കുന്ന ഒരു കവിതയിലെ വരികൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ നീ എന്നണയത്തു തന്നെ നിൽപ്പു. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ നീ എന്നണയത്തു തന്നെ നിൽപ്പു. കാലമീനിയുമുരുളും വിഷുവാരും വർഷം വാരും തിരുവോണം വാരും, പിന്നെ ഓരോ താളിരിലും പൂവാരും കായ്വാരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. കാലമീനിയുമുരുളും വിഷുവാരും വർഷം വാരും തിരുവോണം വാരും, പിന്നെ ഓരോ താളിരിലും പൂവാരും കായ്വാരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നന്ദി.